അത് പിടിച്ചു. ഇനി തരില്ല. ഇനി തരണമെങ്കിൽ ഞങ്ങൾ തല്ലുവിടണം. മാക്സ് മാക്സ് മാറിക്ക് മാറിക്ക്. ഇനി ഞങ്ങൾ തല്ലുവിടണം. എന്നാൽ അത് അവിടെ കൊണ്ടുവയ്ക്കണം. അവിടെ കൊണ്ടുവയ്ക്ക്. പാലുംകുപ്പി അവിടെ കൊണ്ടുവച്ചേ. അവിടെ കൊണ്ടുവയ്ക്കാൻ. മാക്സ് വെറുതെ വേണ്ടാട്ടാ. മാക്സ് വെറുതെ കുറുമ്പ് കാണിക്കാൻ നിൽക്കണ്ടാട്ടാ. പാലുംകുപ്പി അവിടെ കൊണ്ടുവച്ചേ. നീ കുടിക്കില്ല. പിന്നെന്താ? നീ എന്തിനാ നീ തൊടണേ? നീ കുടിക്കില്ല. പിന്നെ നീ എന്തിനാ തൊടണേ? കുറുമ്പ് കാണിക്കല്ലേട്ടാ. കുറുമ്പ് കാണിക്കല്ലേട്ടാ. നോക്കിയേ മാക്സ് നോക്കി. മാക്സിന്റെ പാപ്പുതേ. പാപ്പ പിടിച്ചേ. മാക്സിന്റെ പാപ്പ പിടിക്കേ. ഇന്ന് റവയുടെ പുട്ടുണ്ടാക്കാൻ പോകുന്നു. ആദ്യം കുറച്ച് റവ തന്നെ എടുക്കുന്നത്, അല്ലെങ്കിൽ അത് ബാക്കി വരും. കുറച്ച് റവ എടുത്ത് എന്നിട്ട് കുറച്ച് ഉപ്പ് അതിലേക്കിട്ടു. അതൊന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് വെള്ളം തെളിച്ച് കുറച്ച് പതുക്കെ വെള്ളം വെക്കുക. കുറച്ച് വെള്ളം പതുക്കെ തെളിക്കുക. റവ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് റവയുടെ പുട്ടാണ്. അത് കുറച്ച് വെള്ളം തെളിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലേശം വെള്ളം കുടിക്കുന്നതാണ്. ലേശം കുടിക്കുക. വീണ്ടും ഇതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് നേരം ചിലപ്പോൾ ജീരകം ഇടും, അല്ലെങ്കിൽ ഒന്നും ഇടില്ല. റവ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനത്തെ ഈ പാത്രത്തിലാണ്. ഒന്ന് രണ്ടാൾക്കല്ലേ വേണ്ട. ഇവൻ കഴിക്കില്ല, പുട്ട് കഴിക്കില്ല അവൻ. മാക്സ് അതാണ് എൻ്റെ ഒരു പ്രത്യേകത. തേങ്ങ കഴിക്കും, പക്ഷേ മൈദ കൊണ്ടുണ്ടാക്കിയതും ചില നേരത്ത് കഴിക്കില്ല. റവ ആയതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്നും വയ്ക്കണ്ടേ. മുളകും മല്ലിയും മസാലയൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് കടല കാച്ചുന്നത്. കുറച്ച് തേങ്ങ ഇടും കേട്ടോ. തേങ്ങയുണ്ട്. തേങ്ങ അതിലിടുക. തേങ്ങ അതിലിട്ടിട്ട് തേങ്ങ അതിലിട്ടിട്ട് ഒന്ന് പൊരിച്ചതിന് ശേഷം വേപ്പിലേക്ക് അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊരിച്ചതിന് ശേഷം പിന്നെ കടല നമ്മൾ ഇട്ടിട്ട് ഇന്നത്തെ മെനു റവയുടെ പുട്ടും കടലും.
കുറച്ച് ചാറ് വേണമല്ലോ, അല്ലെങ്കിൽ അത് അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ പുട്ടും കടലയും ഇന്നത്തെ മെനു. ഓക്കെ, അപ്പോൾ പുട്ട് വെച്ചു. അവൻ മാത്സ് കഴിക്കില്ല കേട്ടോ, അവന് അതൊന്നും ഇഷ്ടമല്ല. അവൻ്റെ ഫുഡ് കൊടുത്തു. ഇനി ഇത് നമ്മുടെ ഫുഡ്. പുട്ടും കടലയും ഇന്നത്തെ മെനു. 15-20 മിനിറ്റ് കഴിഞ്ഞാൽ അത് റെഡിയായി. കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന ഇത്തിരി കുങ്കുമപ്പൂവ് ഇന്നിപ്പോൾ ആ പാലിൽ അതിട്ടിട്ട് കുടിക്കാനാണ്. സൗന്ദര്യം അങ്ങോട്ട് പോരട്ടെ നീ. എപ്പോഴും ചായ ആയാലും എന്തോ കുഴപ്പമെന്നറിയോ, ചായ കുഴപ്പമായാലും മധുരിടണം. പാലാകുമ്പോൾ അപ്പം അത് ഇടണ്ട. അപ്പോൾ പാലും കുങ്കുമപ്പൂ കിടന്നോട്ടെ, കുറേ മുമ്പ് കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പം അങ്ങനെ കഴിക്കാറില്ല. ഇപ്പോൾ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന കാരണം കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം റെഡിയായി, ഇനി കഴിക്കാനിരിക്കുകയാണ്. ഇത് കുറച്ച് കടല ഇട്ട് കുറച്ച് റവയുടെ ഉപ്പുമാവ് ചൂടോടെ അപ്പം തന്നെ ഉണ്ടാക്കുക, അപ്പം തന്നെ കഴിക്കുക അല്ലേ. ആറം വയ്ക്കില്ല, അത്ര ഇഷ്ടമല്ല. കുങ്കുമപ്പൂടെ കടലയും പുട്ടും കടലയും ലേശം വെള്ളം കൂടി അതിൻ്റെ ഫലം കാണാണ്ട്. കുങ്കുമപ്പൂ ഇട്ടിട്ടുള്ള പാലിലാണ് കുടിക്കണം. മാത്സ് നോക്കൊന്നും വേണ്ട, മാത്സിനൊന്നും പറ്റില്ല, അത് കഴിക്കില്ല. പിന്നെ വളരെ കഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് മാത്സിന് തരാത്ത. വെച്ചേ ഇതൊന്നും അവന് ഇഷ്ടമില്ല, കടല ഇഷ്ടമുണ്ട്. അപ്പം ഉണ്ടാക്കണ കാരണം ലേശം വെള്ളം കൂടിയാലും കുഴപ്പമില്ല. മധുരം ഞാൻ അത് ഇടവ കഴിക്കാമല്ലോ, ചായ ആണെങ്കിൽ അതിലിടുന്നു. വൈകിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് ഇതേ സോഫയിൽ കയറി ഇരിക്കുന്നുണ്ട്. കണ്ടാ, സെൽഫി എടുക്കാൻ സെൽഫി എടുക്കാൻ. ഇനി അവന് കളിക്കണം കേട്ടാ, അവന് കളിക്കണം ഇനി കുറേ നേരം ഇരുന്നിട്ട്. അതാണ് അവൻ്റെ പണി. അവൻ്റെ ക്ലീനിങ് നോക്ക്. സെൽഫി എടുക്കാടാ. അതെ സെൽഫി ഇതേ എല്ലാതും കാണിച്ചു തരുന്നുണ്ട്. അല്ല വെച്ചത് എങ്ങനെ കാണിച്ചു തരുന്നു. കണ്ണു തൂർപ്പിച്ചിട്ടാ നോക്കണേ. എന്താ അത് ഫോട്ടോ എടുത്തേ മാച്ചിൻ്റെ ഒരു ഫോട്ടോ എടുത്തേ. മാച്ചിൻ്റെ ഫോട്ടോ എടുത്തേ, ഒരു സെൽഫി. കണ്ണു തൂർപ്പിച്ചിട്ട് നോക്കണോക്കിയേ. ഒരു നമസ്കാരം പറഞ്ഞേ. നമസ്കാരം പറഞ്ഞേ. കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കണത്. ഒരു വണ്ടി വന്നു, അതിൻ്റെ പിന്നാലെ ഓടി, ഓട്ടോറിക്ഷയുടെ പിന്നാലെ ഓടി. എങ്ങനെ ഉണ്ടാവും? വെറുതെ വേണ്ട തീറ്റാ, കുറുമ്പ് കാണിക്കരുത്. മടിയിൽ കയറി ഇരിക്കണപ്പോൾ കേട്ടാ. ഇതൊക്കെയാണ് ആളുടെ പണി ഇപ്പോഴത്തെ. മടിയിൽ കയറി ഇരുന്നിട്ടാണ് കച്ചവടം. മാത്സ് വെറുതെ വേണ്ട കേട്ടാ. എണീറ്റ് പോയേ, പുറത്തേക്ക് പോടാ. ഈശ്വര നോക്കി ചവിട്ടി